Good morning. Okay. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എവിടെ വരെ ഈ ചാപ്റ്റർ 8 കംപ്ലീറ്റ് ആയില്ലേ? നാബിന്റെ സ്റ്റാൻഡേർഡ്സിൽ ചാപ്റ്റർ 8 കഴിഞ്ഞില്ലേ നമ്മള്? ഓക്കെ, 8th സ്റ്റാൻഡേർഡ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് 9th 1 ആണ് കേട്ടോ. 9th ചാപ്റ്റർ അല്ല സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു 9th ചാപ്റ്ററിൽ എന്താ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM പറഞ്ഞത് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ HRM ഒക്കെ പഠിച്ചില്ലേ അല്ലെ? HRM ഒക്കെ പഠിച്ചതാണ്, ചാപ്റ്റർ തന്നെ പഠിച്ചതാണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ നോക്കിയേ? HRM 1 ഫസ്റ്റ് 1 നോക്കിയേ. HRM 1 എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ? ദ ഓർഗനൈസേഷൻ ഹാസ് documented system of human resource planning. ഓർഗനൈസേഷൻ എന്തുണ്ട്? ഡോക്യുമെന്റഡ് സിസ്റ്റം. അതായത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഓർഗനൈസേഷന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എങ്ങനെയാ? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഹൈ ലെവൽ മുതൽ ഏറ്റവും താഴെ വരുന്ന ബോട്ടം ലെവൽ വരെയുള്ള നമ്മുടെ സ്റ്റാഫുകള് അല്ലെ, അവരുടെയൊക്കെ ആ ഒരു പ്ലാനിങ്ങിന് കറക്റ്റ് ആയിട്ട് ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സിസ്റ്റം ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് HRM 1 പറയുന്നത്. HRM 1 നോട്ട് ചെയ്തോട്ടോ, ഇത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. HRM 1 The organization has documented system of human resource planning. Human resource planning in organization ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, വർക്ക് ഫോഴ്സ് ആണ് ശരിക്കും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അറിയാലോ, നമ്മുടെ ഓർഗനൈസേഷൻ നിലവിലുള്ളതും ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്നതുമായിട്ടുള്ള സ്റ്റാഫുകളുടെയൊക്കെ ഒരു ആവശ്യകതകള് അത് നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് തോന്നിയ രീതിക്കല്ല അവിടെ ഹൈ ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെയുള്ള ആളുകള്, അപ്പൊ അവരുടെ ജോബ് എന്താണ്, അവർക്ക് കൊടുക്കുന്ന പൊസിഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഡോക്യുമെന്റേഷൻ, ഒരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, ഓർഗനൈസേഷൻ ഹാസ് ഡോക്യുമെന്റഡ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എല്ലാവരും അതൊന്ന് ടിക്കിട്ട് വെച്ചോട്ടോ, ഫസ്റ്റ് 1. ഇനി രണ്ടാമത്തെ നോക്കിയേ, HRM 2 എന്താ പറഞ്ഞേക്കുന്നത്? ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് എ ഡിഫൈൻഡ് പ്രോസസ് ഫോർ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റിനായിട്ട് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അപ്പൊ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണ്ടേ, നിയമിക്കണ്ടേ? അപ്പൊ ആ ഒരു സ്റ്റാഫ് നിയമനത്തിന് ഓർഗനൈസേഷന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ്, ഒരു പ്രോസസ് ഉണ്ടെന്ന് ഓർഗനൈസേഷൻ അത് നടപ്പിലാക്കുന്നുണ്ട്. ആ ഒരു പ്രക്രിയ ഓർഗനൈസേഷൻ നടപ്പിലാക്കുന്നു. സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റിനായിട്ട് ഓർഗനൈസേഷൻ ഒരു പ്രോസസ്സ്, ഒരു ഡിഫൈൻഡ് പ്രോസസ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഓക്കെ, organization implements a defined process for staff recruitment. അടുത്തത് HRM 3 എന്താ പറഞ്ഞേക്കുന്നത്? Staffs are provided in induction training at the time of joining the organization. സ്റ്റാഫുകൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ. അവർ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വേണ്ടതായിട്ട് ആ ജോയിനിങ് ചെയ്യുന്ന സമയത്ത്, ടൈം ഓഫ് ജോയിനിങ്, ആ ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഓറിയന്റേഷൻ ട്രെയിനിങ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യണം. അതാണ് HRM 3 പറയുന്നത്. ഓക്കെ, HRM 3 staffs are provided induction training at the time of joining the organization. ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്, ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. HRM 3 ഒന്ന് ടിക്കിട്ട് വെച്ചോട്ടോ. HRM 3
അടുത്തത് HRM4 ആണ്. There is an ongoing program. Ongoing program എന്ന് പറഞ്ഞാൽ എന്താ? Ongoing program continuous ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. Okay, there is an ongoing program for professional training and development of the staff. അപ്പോൾ ഈ സ്റ്റാഫുകൾക്ക് അവരുടെ ഡെവലപ്മെന്റിനായിട്ട്, സ്റ്റാഫുകളുടെ അവരുടെ പുരോഗതിക്കായിട്ട്, ഡെവലപ്മെന്റ് സ്റ്റാഫുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് പ്രോഗ്രാം ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ എന്താണ് അത്? നമുക്ക് വേണമെങ്കിൽ മന്ത്ലി ആയിട്ട് വേണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ നമുക്ക് മന്ത്ലി വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് ഡെവലപ്മെന്റിന് പ്രൊഫഷണൽ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓൺഗോയിങ് പ്രോഗ്രാം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. Okay, HRM4 അതാ പറയുന്നേ. There is an ongoing program, continuous program. എന്തിനു വേണ്ടിയിട്ടാ? For professional training and development of the staff. സ്റ്റാഫിന്റെ വികസനത്തിനും അവരുടെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, പ്രൊഫഷന്റെ ഭാഗമായിട്ട് അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കാനായിട്ട് കണ്ടിന്യൂസ് പ്രോഗ്രാമുകൾ ഈ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതാ പറഞ്ഞത് മന്ത്ലി ആയിട്ട് വേണ്ടി കൊടുക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി അവയർനെസ് കിട്ടും. അതിനനുസരിച്ച് അവർക്ക് ഓരോ സെക്ഷനിലും അവർക്ക് ഡെവലപ്മെന്റ് ഒക്കെ വരുത്താം, ഇംപ്രൂവ് ചെയ്യാം അവർക്ക്. ഓക്കെ, അടുത്തത് HRM5. Staffs are appropriately trained based on the specific job description. അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തിട്ടോ. Okay, staffs are appropriately trained. സ്റ്റാഫിന് എങ്ങനെയാണ് അവർക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നത്? ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓരോരുത്തർക്കും അവരുടേതായ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെ? നമ്മൾ കുറെയൊക്കെ പഠിച്ചതല്ലേ? ഓരോ ഇത് പഠിക്കുമ്പോഴും അവരുമായിട്ട് ബന്ധപ്പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴും അവർ ഏത് സെക്ഷനിലാണ്, അവരുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ കോമൺ ആയിട്ടുള്ളത് വേണ്ട. നമ്മളിപ്പോ എന്താണോ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ജോലി എന്താണോ അതിന്റെ ഭാഗമായിട്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാഫിന് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, ജോലിക്ക് അനുസരിച്ച് ഉചിതമായിട്ടുള്ള പരിശീലനം നൽകുന്നു. ഇപ്പൊ എല്ലാ ട്രെയിനിങ്ങും വേണമെന്നില്ല അല്ലെ? നമ്മളൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ പർട്ടിക്കുലർ സെക്ഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രെയിനിങ്ങുകൾ മതിയാവും നമുക്ക് അല്ലെ? അപ്പൊ അതിൽ കുറച്ചും കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ആ നിർദ്ദിഷ്ട ജോലിക്ക് അനുസരിച്ചുള്ള ട്രെയിനിങ്, അതിനനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HRM5 ടിക്കറ്റ് വെച്ചോട്ടോ, 5. അടുത്തത് 6 ആണ്, HRM6. Staffs are trained in safety and quality related aspects. ഇനി അവരെ എങ്ങനെയാ ട്രെയിൻ ചെയ്യിക്കുന്നേ? ട്രെയിനിങ് ഒക്കെ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി സ്റ്റാഫിനെ എങ്ങനെയാ ട്രെയിനിങ് ചെയ്യിക്കുന്നേ? സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി, സുരക്ഷിതമായിട്ട്, ആൻഡ് ക്വാളിറ്റി, അവർക്ക് ക്വാളിറ്റി, ഗുണമേന്മ വശങ്ങള്, സുരക്ഷാ വശങ്ങള്, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റിയുമായിട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗുണമേന്മ, ഗുണനിലവാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ വശങ്ങൾ, അതിന് ബേസ് ചെയ്തുള്ള വശങ്ങളിൽ ഉള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചില്ലേ, ഓരോ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിനൊരു അവയർനെസ് അവിടുത്തെ സ്റ്റാഫിന് കിട്ടിയാലാണ് നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാം, നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള അപകടങ്ങൾ വരാം, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ അത് അറിഞ്ഞിരിക്കണം അല്ലെ? ഇങ്ങനെ വരാൻ സംഭവിക്കാം, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള മുൻകരുതലുകൾ
എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി അതെ, ഇപ്പൊ നമ്മൾ അക്രഡിറ്റേഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഇത് നോക്കും. അപ്പൊ അവർക്ക് ചെയ്യുന്ന കെയറിൽ നല്ലൊരു ഗുണനിലവാരം, ഗുണമേന്മ അല്ലെ, ക്വാളിറ്റി വശങ്ങളും കൂടി നോക്കണം. അതിനെ സംബന്ധിച്ച് സേഫ്റ്റിയും ക്വാളിറ്റിയുമായിട്ടുള്ള വശങ്ങൾ വച്ചിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HRM 6 ആണ്. 6 നോട്ട് ചെയ്തോ കേട്ടോ. 5ഉം 6ഉം നോട്ട് ചെയ്തോ. Staffs are trained in safety and quality related aspects. അപ്പൊ സേഫ്റ്റി ക്വാളിറ്റി വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഈ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് HRM 8 ആണ്. ഓക്കെ, സോറി 7th one. 7 ആൻഡ് അപ്രീസൽ. അപ്രീസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ഒരു അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഹോസ്പിറ്റലിലുണ്ട്. അതാണ് ആൻഡ് അപ്രീസൽ സിസ്റ്റം, വിലയിരുത്തൽ സംവിധാനം. Appraisal system for evaluating the performance of staff as an integral part of the human resource management process. Human resource management ന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ഒരു അവിഭാജ്യ ഭാഗമാണ് എന്താ സ്റ്റാഫിന്റെ പെർഫോമൻസ്. അവർക്കുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റും അങ്ങനെയല്ലേ, എല്ലാം ആക്റ്റീവായിട്ട് അവരുടെ പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവരുടെ ഓരോ ജോലികളും അവരെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അതിന്റെ ഹൈ ലെവലിലേക്ക് നമുക്കൊരു ജോലിക്കയറ്റം നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പൊ നമ്മുടെ പെർഫോമൻസിന്റെ, സ്റ്റാഫിന് പെർഫോമൻസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റിക്ക് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഒരു അവിഭാജ്യ ഭാഗമാണ് സ്റ്റാഫിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് എന്തുണ്ട്, ഒരു വിലയിരുത്തൽ സംവിധാനമുണ്ട്, ഒരു അപ്രീസൽ സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. An appraisal system for evaluating the performance of staff. സ്റ്റാഫിന്റെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് ഒരു വിലയിരുത്തൽ സംവിധാനം ഉണ്ട്. അതെന്താണ് സ്റ്റാഫിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു ഇന്റഗ്രൽ പാർട്ടാണ് സ്റ്റാഫിന്റെ പെർഫോമൻസ്. അപ്പൊ ആ സ്റ്റാഫിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇവാലുവേഷൻ സംവിധാനം ഹോസ്പിറ്റലിനുണ്ട്. ഓക്കെ, 7th one ട്ടോ, HRM 7. ഇനി അടുത്ത് നോക്കിയേ, HRM 8 എന്താ പറയുന്നേ? പ്രോസസ് ഫോർ ഇമ്പോർട്ടന്റ് ആണോന്നോ? ഇല്ല കേട്ടോ, ഇതില്ല. അപ്പൊ നമ്മൾ നോട്ട് ചെയ്തത് 1 പറഞ്ഞു, 3 പറഞ്ഞു, 5 പറഞ്ഞു, 6, 4 1, 3, 5, 6 അത്രയും പഠിച്ചാൽ മതി. ഒരെണ്ണം കൂടി ഉണ്ട്, അത് അടുത്ത പേജിലേക്ക് വന്നെയാ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. HRM 7 അല്ലേ? 7 ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കി HRM 8, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ ആണ്. അതിന്റെ 8th സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്? പ്രോസസ് ഫോർ ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. പ്രോസസ് ഫോർ ഡിസിപ്ലിനറി. ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അച്ചടക്കം അല്ലെ? എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അച്ചടക്കത്തോടു കൂടി ഒരു പ്രോസസ് ഫോർ ഡിസിപ്ലിനറി, അച്ചടക്കം, ആൻഡ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരാതി പരിഹാരം. ഓക്കെ, അപ്പൊ ഈ പരാതികള് ഒരു ഡിസിപ്ലിനറി ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്, അച്ചടക്കവും പരാതികളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമം എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചത് the process for disciplinary and grievance handling.
is defined and implemented in the organization. അതായത് നമ്മള് ഡിസിപ്ലിനറി ഹോസ്പിറ്റലിന്റെ ഡിസിപ്ലിനറി ഒരു അച്ചടക്കവും പരാതികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സ്, അതിനുള്ള ഒരു നടപടിക്രമം എന്ത് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ അത് നടപ്പിലാക്കുകയും അത് ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്, നിർവചിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അതിനുള്ള ഒരു പരാതികൾ ഉണ്ടാവും അല്ലെ, പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഹോസ്പിറ്റൽ ഡിസിപ്ലിനറി അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതുമായിട്ട് ആ ഒരു കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നടപടിക്രമം ഹോസ്പിറ്റല് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഇതെടുക്കാം, നടപടിക്രമം എടുക്കാം, അങ്ങനെയുള്ള നടപടിക്രമം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇന്ന രീതിക്ക് ചെയ്യണം. അത് അങ്ങനെ അവിടെ ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം, അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യണം. The process for disciplinary and grievance handling is defined and implemented in the organization. Organization അത് നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത HRM 9 ആണ്. 9 HRM 9. Organization promotes staff well-being and addresses health and safety needs. Organization promotes staff well-being. Staffinte ക്ഷേമം ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്റ്റാഫ് വെൽബീയിങ് എല്ലാ സ്റ്റാഫിന്റെയും ക്ഷേമം ഓർഗനൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഏതൊരു സ്ഥലത്താണെങ്കിലും വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമല്ലേ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ അല്ലെ. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ ഒരു പുരോഗതിയെ തന്നെ ഉണ്ടാക്കും അല്ലെ. സ്റ്റാഫ് നല്ല സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണ് എല്ലാ രീതിയിലും എങ്കിലും അതപ്പോ നമുക്ക് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും അല്ലെ. നമ്മൾക്ക് അത് തൃപ്തിയല്ല, നമ്മൾ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ച അല്ലെങ്കിൽ നമുക്കൊരു ഇതില്ലാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിൽ നമ്മൾ ഫുള്ള് ഇതാവില്ല അല്ലെ. നമ്മൾ ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 100% നമ്മൾ ആ ഒരു സ്ഥാപനത്തിനോട് നമുക്ക് ആത്മാർത്ഥത കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് സ്റ്റാഫിന്റെ ഒരു ക്ഷേമം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സ്റ്റാഫിനും എന്താ നല്ല രീതിയിൽ ഇപ്പൊ സാലറിയിൽ ആയിട്ടാണെങ്കിലും അവർക്ക് വേണ്ട ഫെസിലിറ്റിയുടെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് അവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ നമുക്ക് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രസ് ഒരു പുരോഗതിയിലേക്കൊക്കെ വരാൻ പറ്റും. അതും ആ ഒരു ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാഫിന്റെ ക്ഷേമം ഓർഗനൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആൻഡ് അഡ്രസ്സസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്സ്. ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷാ ആവശ്യങ്ങളും എന്ത് ചെയ്യുന്നു അഡ്രസ് ചെയ്യുന്നു. അഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള്, സേഫ്റ്റി നീഡ്സ് അവരുടെ സുരക്ഷാ ആവശ്യങ്ങള്, ഇതെല്ലാം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് അതിനൊരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊരു അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതും കൂടി ആ സ്റ്റാഫിന്റെ ക്ഷേമം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതില് ഹെൽത്തും സേഫ്റ്റി കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനും അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഓക്കെ, 9th 1 കൂടി അതിൽ പഠിക്കണം കേട്ടോ. 9th കൂടി ടിക്കറ്റ് വെച്ചു. അതിൽ നമുക്ക് 5 എണ്ണം ആകെ പഠിച്ചാൽ മതി. അതിൽ 13 എണ്ണം ഉണ്ട്, അതിൽ 5 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ആ 5 എണ്ണം നമ്മൾ പഠിക്കണം. HRM 9 ടിക്കറ്റ് വെച്ച എല്ലാവരും 9. Organization promotes staff well-being and addresses health and safety needs. ഇനി HRM 10 എന്താ പറയുന്നേ? There is documented personal information for each staff members. കണ്ടോ, there is a documented personal information. ഓരോ സ്റ്റാഫിനും അവർക്കുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ
ഡോക്യുമെന്റേഷൻ ഉണ്ടെന്ന്. ഓരോ സ്റ്റാഫിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെ, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അവർക്കുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഓരോ സ്റ്റാഫിനും അവരുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, വ്യക്തിഗത വിവരങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഓക്കെ, there is a documented personal information for each staff members. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. അടുത്തത് HRM 11. HRM 11. There is a process for credentialing. Credentialing എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം. Credentialing, അധികാരം. There is a process for credentialing and privileging. Privileging എന്ന് പറഞ്ഞാൽ അവകാശം, അധികാരം, അവകാശം. Privileging, അവകാശം of nursing professional permitted to provide patient care without supervision. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നേഴ്സിംഗ് പ്രൊഫഷണൽസിന് എന്താണ്, നമുക്ക് ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതാണ് HRM. നേഴ്സിംഗ് പ്രൊഫഷണൽസ്. ഓക്കെ, HRM 11 കേട്ടോ. നേഴ്സിംഗ് പ്രൊഫഷണൽസിന് എന്തുണ്ട്? നമുക്ക് ഒരു ആരുടെയും ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ പേഷ്യന്റ് കെയർ കൊടുക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഈ നേഴ്സിംഗ് പ്രൊഫഷണൽസിനുണ്ട്. അതാണ് HRM 11 പറയുന്നത് കേട്ടോ. ഇത് മൂന്നും സെയിം ആണ്. 11, 12, 13 എല്ലാം സെയിം ആണ്. അവിടെ ആളുകൾ മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ. ഒന്നാമത്തേൽ എന്താ പറഞ്ഞേക്കണേ? 11 എന്താ പറഞ്ഞേക്കണേ? There is a process for credentialing and privileging of nursing professional permitted to provide patient care without supervision. അപ്പൊ അവര് സൂപ്പർവിഷൻ വേണ്ട, അല്ലെങ്കിൽ ആരുടെയും ഇത് വേണ്ട അവർക്ക് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട്. അതിനുള്ള അധികാരം, അവകാശവും ഈ HRM 11 പറയുന്നുണ്ട്. നേഴ്സിംഗ് പ്രൊഫഷണൽസുകൾക്ക് ഈ പേഷ്യന്റ് കെയർ നമുക്ക് ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരവും അവകാശവും പറയുന്നുണ്ട്. ഓക്കെ, അതിനുള്ളൊരു പ്രോസസ് ഉണ്ട്. ഇനി അടുത്ത നോക്കി HRM 12 എന്താ പറയണേ? There is a process for credentialing and privileging of nursing. ഓക്കെ, അവിടെ എന്താണ്? ഓക്കെ, അതില്ലേ അത് രണ്ടാമത്തെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ. സെയിം അല്ല കേട്ടോ, ഇതിനകത്ത് പ്രശ്നമാണേ. അപ്പൊ 11 ഓക്കെ, അത് തന്നെ നേഴ്സിംഗ് തന്നെ കേട്ടോ. നേഴ്സിംഗ് അല്ലേ നിങ്ങൾ എഴുതി കിടക്കണേ? 11th HRM 11 നേഴ്സിംഗ് പ്രൊഫഷണൽ എന്നല്ലേ പറഞ്ഞേക്കണേ? ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 11ാമത്തെ HRM 11 പറഞ്ഞേക്കണേ നേഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് എന്താണ്, ഈ ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ. 11 മെഡിക്കൽ എന്നാണോ? എന്നാ അത് പേര് മെഡിക്കൽ എന്നാണോ? ഓക്കെ, അപ്പോ HRM 11 മെഡിക്കൽ എന്നാണ്. ചിലർക്കിടയിൽ മെഡിക്കല്. HRM 12 നേഴ്സിംഗ്, അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തേ. HRM 11 അവിടെ മെഡിക്കൽ എന്നാക്കിക്കോ നിങ്ങൾ കേട്ടോ. ഉള്ളവര് അങ്ങനെ തന്നെ എഴുതാം. കറക്റ്റ് ആയിട്ടുള്ളവര് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഒന്ന് ചെക്ക് ചെയ്തേ. 11 മെഡിക്കൽ പ്രൊഫഷണൽ എന്നാക്കാം കേട്ടോ. അവിടെ നേഴ്സിംഗ് എന്നുള്ളവര് മെഡിക്കൽ പ്രൊഫഷണൽ എന്നാക്കാം. മെഡിക്കൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? HRM 11 എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽ. അപ്പൊ എന്താ? ഇത് തന്നെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഈ സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ, രോഗി പരിചരണം നൽകാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഓക്കെ, അതാണ് 11. ഇനി 12 there is a process for credentialing and privileging of nursing professional. അവിടെ നേഴ്സിംഗ് പ്രൊഫഷണൽ ആണ് കേട്ടോ.
നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ കൊടുക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. ഓക്കെ, 11 മെഡിക്കൽ അല്ലാത്തവര് കറക്റ്റ് ചെയ്യുക കേട്ടോ. സെയിം ആണെന്ന് പറഞ്ഞവര് ആ 11th മെഡിക്കൽ എന്നാക്കുക, മെഡിക്കൽ. ഇനി 12 നഴ്സിംഗ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. എല്ലാം സെന്റൻസ് സെയിം ആണ്, ആ വ്യക്തികൾ മാത്രം ഒന്ന് മാറിയിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 12 പറഞ്ഞേക്കണേ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് എന്താണ് സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ നൽകാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതാണ് HRM 12 പറയുന്നത്. ഇനി നോക്കിയേ, HRM 13 എന്താ പറഞ്ഞേക്കണേ? ലാസ്റ്റ് വൺ, there is a process for credentialing and privileging of paramedical professionals. Paramedical professional permitted to provide patient care without supervision. കണ്ടോ, എന്താണ് സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ നൽകാനുള്ള അധികാരവും അവകാശവും പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസിനുണ്ട്. പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസിനുണ്ട്. ഓക്കെ, അത് 3 ഒന്ന് ക്ലിയർ ചെയ്തിടുക. 11th നമ്മൾ പറഞ്ഞത് മെഡിക്കൽ പ്രൊഫഷണൽ ആണ്. 12 നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക്, 13 പാരാക്ലിനിക്കൽ പ്രൊഫഷണലുകൾക്ക്. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. 11, 12, 13. അപ്പൊ അത്രയാണ് HRM-ന്റെ വന്നത് കേട്ടോ. ചാപ്റ്റർ 9 വന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് 13 സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതില് നമ്മൾ 5 മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു? HRM 1 പറഞ്ഞു, HRM 3 പറഞ്ഞു, HRM 5 പറഞ്ഞു, HRM 6, then HRM 9. അത്രയും 5. ക്ലിയർ അല്ല? എല്ലാവർക്കും ക്ലിയർ ആണ്? നമ്പർ കറക്റ്റ് ആണ്? അനീഷ ഓക്കെ ഇട്ടുണ്ട്, താരുണ്യ ഇട്ടുണ്ട്. ഓക്കെ. യെസ്. ഇനി അടുത്തത്, ഇനി ലാസ്റ്റ് ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിന്റെ നിങ്ങളുടെ ഒന്ന് കറക്റ്റ് നോക്കിയേ, ഒന്ന് കറക്റ്റ് ആണോ നോക്കിയേ. അതിനകത്ത് മിസ്റ്റേക്ക് ആട്ടോ. 10th ആണ്. അത് പേജും ഇതിന്റെ ബാക്കി അവിടെ കിടക്കണേ. എന്താണോ നോക്കിയേ, 10 മുതൽ നിങ്ങളുടെ അവിടെ കിടക്കണേ. നിങ്ങൾ അതൊന്ന് നീക്കി മറിച്ചിട്ട് അവിടെ 10 ആക്കുക. നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS ആക്കുക. 9 നമ്മൾ പറഞ്ഞു. HRM എന്ന് പറയുന്നത് 9th ഓക്കെ, 9th ചാപ്റ്റർ ആണ് HRM. അത് കഴിഞ്ഞാൽ 10th ആണ്. 10 ചാപ്റ്റർ അല്ലേ നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. അതില് 10th 1 ആണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS. ഇനി അടുത്തത് അതിന്റെ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് 7 സ്റ്റാൻഡേർഡ് ഉണ്ട്. 7 സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് ഫസ്റ്റത്തെ നോക്കി, IMS ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എല്ലാവരും ആ നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്തിടാം കേട്ടോ. 10th ആണ്, അറിയാലോ. 10 ചാപ്റ്റർ നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. ഓക്കെ, അത് നമ്പർ ഇട്ടെല്ലാം എല്ലാ പ്രശ്നമായിരിക്കും. ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, IMS 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? IMS 1 ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം 1. ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, സ്റ്റാഫ്, മാനേജ്മെന്റ്. അവിടെ ആൻഡ് വേണം കേട്ടോ. സ്റ്റാഫ്, മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻസീസ് ആർ മെറ്റ്. ആൻഡ് അങ്ങോട്ട് വെട്ടി കളഞ്ഞേരെ. ലാസ്റ്റ് അല്ലേ ആൻഡ് ഇടുന്നത്? അത്രയും മതി. ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്, വിസിറ്റേഴ്സ്, സ്റ്റാഫ്, മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻസീസ് ആർ മെറ്റ്. അപ്പൊ ആർക്കിടേക്കാ? പേഷ്യൻസിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫിന്റെ, മാനേജ്മെന്റിന്റെ, എക്സ്റ്റേണൽ ഏജൻസി, ഇതിന്റെ ഒക്കെ ഇൻഫർമേഷൻ നീഡ്സ് എന്ത് ചെയ്യുന്നു? മെറ്റ്, നിറവേറ്റുന്നു. ഓർഗനൈസേഷൻ ഇവർക്ക് വേണ്ട, അപ്പൊ പേഷ്യൻസിന് വേണ്ട ഇൻഫർമേഷൻ അത് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. വിസിറ്റേഴ്സിന് എന്തെങ്കിലും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. സ്റ്റാഫുകൾക്ക്, മാനേജ്മെന്റിന് ഒക്കെ എന്തെങ്കിലും നമ്മളെ ഇൻഫർമേഷൻ ആവശ്യകതകൾ എന്ത് ചെയ്യുന്നു? നിറവേറ്റുന്നു.
ഓക്കെ, ഇതാണ് IMS 1 പറയുന്നത്. Information needs of the patient, visitors, staff, management and external agencies are met. ഇവരുടെ എല്ലാവരുടെയും പേഷ്യന്റിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫിന്റെ, മാനേജ്മെന്റിന്റെ, എക്സ്റ്റേണൽ ഏജൻസീസിന്റെ ഒക്കെ ഇൻഫർമേഷൻ നീഡ്സ്, ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നിറവേറ്റുന്നു. ഇനി IMS 2 ആണ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം 2. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എന്താ പറഞ്ഞേക്കുന്നത്? The organization has process in place for management and control of dates and information. Date തീയതികൾ, ഓരോ ഡേറ്റ്സുകൾ, തീയതികളും അത് ഇൻഫർമേഷൻ, വിവരങ്ങളും അത് ഹാൻഡിൽ ചെയ്യുന്നതിന്, കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള പ്രോസസ് ഉണ്ട്. The organization has process in place for management and control. മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും എന്താ, ഓഫ് ഡേറ്റ് ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റുകള്, ഇൻഫർമേഷൻ, ഇതെല്ലാം മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ എന്തുണ്ട്, ഹാസ് പ്രോസസ്, അല്ലെ, ഒരു പ്രക്രിയ, ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ് ഉണ്ട്. പോളിസി ആൻഡ് പ്രൊസീജിയർ പ്രോസസ് ഉണ്ട്. ഓക്കെ, the organization has process in place for management and control of date and information. അടുത്തത് IMS 3, തേർഡ് വൺ ടിക്ക് ഇട്ടോ കേട്ടോ, തേർഡ് പഠിക്കണം. Information management system. Okay, the patient cared for by the organization have a complete and accurate medical record. കണ്ടോ, ഒരു ഓർഗനൈസേഷൻ കെയർ കൊടുക്കുന്ന പേഷ്യൻസ്, ഒരു ഓർഗനൈസേഷൻ കെയർ പരിചരിക്കുന്ന പേഷ്യൻസിന് അവർക്കൊരു പൂർണ്ണമായിട്ടുള്ളതും, കംപ്ലീറ്റ്, കണ്ടോ, കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള, ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്, അതാണ് IMS 3 പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ഓർഗനൈസേഷനില് പരിചരിക്കുന്ന പേഷ്യൻസ്, പേഷ്യന്റ് കെയർഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്ന പേഷ്യൻസിന് എന്തുണ്ട്, ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അതെങ്ങനെയാ, കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ്, പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? IMS 3 ടിക്കറ്റ് വെച്ചോട്ടോ. ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസിന് പൂർണ്ണമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതുമായിട്ടുള്ള എന്തുണ്ട്, മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡിൽ എല്ലാം കറക്റ്റ് ആയിരിക്കും, കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ്, കൃത്യമായിട്ടുള്ളതും പൂർണ്ണമായിട്ട്. പകുതി ഒന്നും എഴുതി അവിടെ നിർത്താൻ പാടില്ല, ആ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം. അവർക്ക് എല്ലാ വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളതും ആക്യുറേറ്റ്, കൃത്യമായിട്ടുള്ളതും കറക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഓർഗനൈസേഷൻ കെയർ കൊടുക്കുന്ന, പരിചരിക്കുന്ന പേഷ്യൻസിന് ഉണ്ടായിരിക്കണം. IMS 3 ആണ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം 3. ഇനി അടുത്ത ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ മെഡിക്കൽ റെക്കോർഡ് റിഫ്ലക്ട് the continuity of care. എന്ത് റിഫ്ലക്ട് ചെയ്യുന്നു? ആ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ആ നമ്മുടെ പരിചരണത്തിന്റെ ആ തുടർച്ച അത് പ്രതിഫലിപ്പിക്കുന്നു, അല്ലെ? ഇനി നമ്മൾ അപ്പൊ റെക്കോർഡ് എടുത്താൽ മതി, നമുക്ക് പിന്നീട് അതിന്റെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് കിട്ടും, അല്ലെ? എല്ലാ ഹിസ്റ്ററിയും അതിനകത്തുണ്ട്, മെഡിക്കൽ റെക്കോർഡിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ആ പേഷ്യൻസിന് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അല്ലെ, ഇത്രയും നാളും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നത്, എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു, എല്ലാം ഇതും അതിനകത്തുണ്ട്, മെഡിക്കൽ റെക്കോർഡിലുണ്ട്. അപ്പൊ എന്താ, അത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എന്താ, അതിന്റെ ആ കെയർ, അവർക്കുടെ ആ കണ്ടിന്യൂറ്റി, അല്ലെ, ബ്രേക്ക് ആവില്ല. അതിന്റെ തുടർന്ന് ബാക്കിയുള്ളത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്താൽ മതിയല്ലോ. അങ്ങനെ മെഡിക്കൽ റെക്കോർഡ് ഒരു കെയർ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നു. അതും നോട്ട് ചെയ്യുന്നു. 4, 3ഉം 4ഉം അതിൽ പഠിക്കണം. The medical records reflect the continuity of care. Clear അല്ലേ? Continuity of care reflect ചെയ്യുന്നു മെഡിക്കൽ റെക്കോർഡ്. ഇനി അടുത്തത് IMS 5, 5th സ്റ്റാൻഡേർഡ്. The organization maintain confidentiality. Confidentiality. രഹസ്യാത്മകത. Confidentiality.
കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ഏതാ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചില്ലേ, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന വിവരങ്ങൾക്ക് ഒരു രഹസ്യാത്മകത വേണം, ഓപ്പൺ ആക്കി വെക്കാൻ പാടില്ല അല്ലെ, അതൊക്കെ സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം, അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. ഓർഗനൈസേഷൻ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, ഇന്റഗ്രിറ്റി, ഒരു സത്യസന്ധത, അല്ലെങ്കിൽ ഒരു സമ്പൂർണത എന്നുള്ള മീനിങ് ആണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. INTEGRITY, ഇന്റഗ്രിറ്റി, സത്യസന്ധത അല്ലെങ്കിൽ സമ്പൂർണത എന്നൊക്കെ ഉള്ള മീനിങ്. ആൻഡ് സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്, റെക്കോർഡ്സിന്റെ സുരക്ഷ, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, വിവരങ്ങൾ, ഡേറ്റ, റെക്കോർഡ്സിന്റെ സുരക്ഷ, സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഇതിന്റെ എല്ലാം സെക്യൂരിറ്റി, ഒരു രഹസ്യാത്മകത, ഒരു സമ്പൂർണത, ഇതെല്ലാം എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളൊക്കെ അത് എന്താ പറയാ, അതൊക്കെ നമ്മൾ ഒരു രഹസ്യാത്മകമായിട്ട് തന്നെ അത് സൂക്ഷിക്കണം. ഇതെല്ലാവർക്കും ഒന്നും എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തൊന്നും പാടില്ല. റെക്കോർഡ്സുകളൊക്കെ ആണെങ്കിലും അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം, അത്രയും സെക്യൂർ ആയിരിക്കണം. സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? കോൺഫിഡൻഷ്യലി, ഓക്കെ, രഹസ്യാത്മകത ഇതാണ് കേട്ടോ. ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്നാണ്, ഇവിടെ കോൺഫിഡൻഷ്യലി എന്നാണ് അല്ലെ. കോൺഫിഡൻഷ്യാലിറ്റി ആണ് കേട്ടോ. TIALITY, CONFIDENTIALITY, ഡബിൾ L ആണ് അവിടെ കൊടുത്തേക്കണേ അല്ലെ, അത് ഒരെണ്ണം I ആണ് കേട്ടോ. LITY, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത. ക്ലിയർ ആയില്ലേ? ഓക്കെ, കുഞ്ഞു മിസ്റ്റേക്കുകൾ ഉണ്ടല്ലേ നമ്മുടെ നോട്ടില്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ 6 ആണ്. ഇൻഫർമേഷൻ ഓക്കെ, 7 എണ്ണല്ലേ? ശരിയാണ്. ഓക്കെ, അടുത്ത നോക്കിയേ 6-ൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റാൻഡേർഡ് 6-ല് the organization ensures availability of current and relevant documents, records, data and information and provides for retention of the same. The organization ensures availability of current and relevant documents, records, data and information. ഇപ്പോൾ നിലവിലുള്ളതും കറണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതും റിലവന്റ് ഡോക്യുമെന്റ്, നമുക്കത് പ്രസക്തവുമായിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, റെക്കോർഡുകള്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്നിവയുടെ ഒരു ലഭ്യത, അവൈലബിലിറ്റി, ലഭ്യത ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുന്നു. The organization ensures availability of current, ഇപ്പോഴുള്ളത് നിലവിലുള്ളതും നമുക്ക് പ്രസക്തവുമായിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, റെക്കോർഡുകൾ, ഡേറ്റ, ഇൻഫർമേഷൻ എന്നിവയുടെ ഒക്കെ ഒരു ലഭ്യത ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുന്നു. ആൻഡ് provides for retention of the same. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നുള്ള മീറ്റിംഗ് കേട്ടോ, നിലനിർത്തുക. അത് എന്താ? അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതേ നിലനിർത്തൽ നൽകുന്നു. അതായത് എല്ലാവരും നമ്മൾ എന്താ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നു. റിലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് റിലവന്റ് ഡോക്യുമെന്റുകള്, റെക്കോർഡുകള്, ഡേറ്റ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങള്, ഇതിന്റെ ഒക്കെ അവൈലബിലിറ്റി എപ്പോഴാണെങ്കിലും അവൈലബിൾ ആയിരിക്കണം. അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാൻ പാകത്തിന് അവൈലബിൾ ആവണം. അതിന്റെ ഒരു അവൈലബിലിറ്റി ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് എന്ത് ചെയ്യണം? ആൻഡ് പ്രൊവൈഡ് ഫോർ റീടെൻഷൻ ഓഫ് ദ സെയിം, നിലനിർത്തുക. അതേ നിലനിർത്തല് എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ നിലനിർത്തല് നൽകുകയും ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ആണ് IMS, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം 7. ഇതും പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾ 3 എണ്ണം പഠിച്ചാൽ മതി. 3, 4, 7 ഇത്രയും മതി.
സെവൻത് വൺ നോക്കിയേ. The organization carries out a review of medical record. Organization എന്ത് ചെയ്യുന്നുണ്ട്? Carries out a review of medical records. Medical recordsന്റെ ഒരു റിവ്യൂ, അവലോകനം ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. The organization carries out a review of medical records. Medical recordsന്റെ ഒരു അവലോകനം ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് IMS 3 തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കണം, 4th പഠിക്കണം, 7th പഠിക്കണം. 3 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പിന്നെ JCI മുതൽ ആ സ്റ്റാൻഡേർഡുകൾ അത്രയും 10th ചാപ്റ്ററും അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകളുമാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. അത്രയും പഠിച്ചു വെക്കുക. ഇതൊരു ഫീസിന്റെ ഒരു ഇതാ പറഞ്ഞേക്കുന്നത്, അതെല്ലാവരുടെ ടെക്സ്റ്റിൽ ഉണ്ടോ? കുറച്ചു പേർക്കുള്ളൂ, അത് അത്ര ഇതില്ല. ഓക്കെ, സൈസ് ഓഫ് ഹോസ്പിറ്റൽ, അസസ്മെന്റ്, പ്രീ അസസ്മെന്റ്, സർവിലൻസ് നോ ഇല്ല അല്ലെ? എന്തെങ്കിലും ഇവിടെ നമുക്ക് അതിനകത്തില്ല, അതിൽ നിന്ന് ചിലപ്പോ ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ, ആനുവൽ അക്രഡിറ്റേഷൻ ഫീ ഉണ്ട്, വിജിതയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് അറിയില്ല. ഒരു ചെറിയൊരു ടേബിളും കൂടെ ഉള്ളൂ. എന്തായാലും സൈസ് ഓഫ് ഹോസ്പിറ്റൽ അത് വെറുതെ ഒന്ന് വായിച്ചു വെക്കാം, ഉണ്ടെന്ന് പറയുന്നുണ്ട്, വെറുതെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, സൈസ് ഓഫ് ഹോസ്പിറ്റൽ അപ് ടു 100 ബെഡ്സ്. നമ്മൾ ബെഡ്സിന്റെ എണ്ണമൊക്കെ നിങ്ങൾ അനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ ക്ലാസിഫിക്കേഷനിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഇല്ല, എക്സാമിന് ഇല്ല കേട്ടോ, ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോട്ടിൽ മാറ്റം ഉണ്ടല്ലേ? അതാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന നോട്ടിൽ, ഇനി ടെക്സ്റ്റിൽ വേണമെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഓരോരുത്തർക്കും നമ്മൾ എല്ലാ ചാപ്റ്ററുകളും എല്ലാവരും ഹാൻഡിൽ ചെയ്യണല്ലോ. കുറച്ച് നമുക്ക് പഠിപ്പിക്കാനും എല്ലാത്തിനും വേണ്ടി ഷെയർ ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ, ഞങ്ങൾക്ക് മെറ്റീരിയൽ തരുന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന അത് ഫസ്റ്റ് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തുമ്പോൾ നമ്മൾക്ക് എടുക്കുന്ന ചാപ്റ്ററുകളാണ്. മറ്റത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നല്ലാതെ കൂടുതൽ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ഇതിനകത്താണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്റെ കയ്യിലിരിക്കുന്ന നോട്ടിലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈ നോട്ടിലും എന്താണ് ഈ ഒരു ടേബിൾ അവിടെ ഇല്ല. പിന്നെ ചിലർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ അത് ഇമ്പോർട്ടൻസ് അല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അതൊന്ന് മാറ്റിയേക്കുന്നത്. എന്തായാലും ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയൊരു ടേബിൾ കിടക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം, പ്രശ്നമില്ല കേട്ടോ. എന്തായാലും എക്സാമിന് അതൊന്നും ഇവിടെ വരെയാണ് നമുക്ക് ആ സിലബസ്, നിങ്ങൾക്ക് എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള സിലബസിൽ ഈ സ്റ്റാൻഡേർഡ് വരിക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ, അത്രയേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. സൈസ് ഓഫ് ഹോസ്പിറ്റൽ അപ് ടു 100 ബെഡ്സ് വരെയുള്ളത് പെർ അസസ്മെന്റ് 4 man days, പിന്നെ അസസ്മെന്റ് 6 man days. അത് വേണമെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിലേ നമുക്കത് സിലബസിൽ ഇല്ല, നമുക്കിവിടെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാമിന്റെ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റർ ഒരു ചെറിയൊരു കോളം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് വേണ്ടതാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല എന്തായാലും. അതെന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചിലർക്ക് ചില ടേബിൾ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും ഭാഗ്യത മിസ്സിന്റെ എന്തിനോ ഒരു ടേബിൾ ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ പറയണ്ടായിരുന്നു. ഞങ്ങൾക്കും അതെന്താന്ന് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നതിലും ഇല്ല. ഓക്കെ, എന്താണെന്ന് അറിയില്ല, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. എന്തായാലും വെറുതെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു വെച്ചോ. അതിനകത്ത് അസസ്മെന്റ് ഉണ്ട്, സർവേലൻസ് ഉണ്ട്, പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ, ആനുവൽ അക്രഡിറ്റേഷൻ, ഫീസ് ആണ് കേട്ടോ. അപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, ആനുവൽ അക്രഡിറ്റേഷൻ എത്രയാണ് എന്നുള്ളതൊക്കെ തന്നേക്കുന്നത്. 100 ബെഡ്സ് വരെയുള്ളത് 100, 1 to 300 ബെഡ്സ്. 4 man പ്രീ അസസ്മെന്റിന് മുന്നേ അറിയാലോ, പ്രീ അസസ്മെന്റ് 4 man days, പിന്നെ അസസ്മെന്റ് നടത്തുന്നത് 9 man days, 3 into 3 പറഞ്ഞ സർവേലൻസ് 6 man days. അതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് അടുത്ത കോളത്തിൽ ആനുവൽ അക്രഡിറ്റേഷൻ ഫീസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടേബിൾ അവിടെ ഉണ്ട്, പക്ഷെ ഇത്രയും നിങ്ങൾ പഠിക്കാം, 10th ചാപ്റ്റർ വരെ പഠിക്കാം.
ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ ഇപ്പോ 8th ചാപ്റ്റർ ഞങ്ങൾ 3 പേരും കൂടി എടുത്തത്. കുറച്ച് സെക്ഷൻ ഞാൻ എടുത്തു, കുറച്ച് വായിക മിസ് എടുത്തു, ആതിര മിസ് എടുത്തു. ഇപ്പോ നമ്മുടെ അത് തീർന്നിട്ടുണ്ട് കേട്ടോ. നാബിന്റെ സെക്ഷൻ ആണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ എന്താണ് ഐശ്വര്യക്കുട്ടി എന്നെ വിളിച്ചേ? അപ്പൊ ആ ഒരു ചാപ്റ്റർ ഞാൻ എടുത്ത സെക്ഷൻ തീർന്നു. ഇനി വായിക മിസ്സിന്റെ മൺഡേ കൊണ്ട് എനിക്ക് തീരുന്ന പറഞ്ഞു. കുറച്ചേ ഉള്ളൂ. തീർന്നോ? ജെസിയുടെ തീർന്നോ? ഇമ്പോർട്ടന്റ്. ഏതാണ് കുറച്ചുകൂടി ഉണ്ടെന്ന് പറഞ്ഞേ വിജി? ടിക്ക് ഇടാനുള്ളതാണോ? ഏതാ? ജെസിയുടെ വാഹിദ മിസ് പറഞ്ഞില്ലേ? ജെസിയുടെ ഒത്തിരി ഉണ്ടോ? ഒരുപാടുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെ? ഞാനൊന്ന് മിസ്സിനോടൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുമ്പോ നമുക്ക് ഒരുപാട് ഇല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പഠിക്കാത്ത. ഇത് കുറെ ഉണ്ടല്ലോ. ഇപ്പൊ എന്തോ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ടിക്ക് ഇട്ട് തന്നതാ. ബാക്കി നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. നമ്മൾ അങ്ങനെയല്ലേ ഇതിലൊക്കെ ചെയ്തത്. ടെർമിനോളജിയിലൊക്കെ നിശാമാമ ഒക്കെ ടിക്ക് ചെയ്ത് തന്നില്ലേ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ഒക്കെ ആണെങ്കിലും ഞാൻ എടുത്ത ക്ലാസ്സിൽ ഇത് ഫിഫ്തില് ഇതുപോലെ 5th ബാച്ചില് 5th ബാച്ചിലൊക്കെ ഞാൻ അവിടെ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ അബ്രിവേഷൻ സെക്ഷൻ ആയിരുന്നു. 367 ചില്ലാനുണ്ടായിരുന്നു അല്ലെ അബ്രിവേഷൻ. അതിൽ നിന്ന് കുറച്ച് മാത്രം ഇമ്പോർട്ടന്റ് മാത്രം ടിക്ക് ഇട്ട് കൊടുക്കുകയും നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് നിങ്ങൾ എക്സാമിന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. എന്തായാലും നമ്മൾ ഈ ടിക്ക് ഇട്ട് വെച്ചത് നിങ്ങൾ പഠിക്കുക, ബാക്കിത്തെ വായിച്ചു വെക്കുക. ഇനി ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇവിടെ 6th മൊഡ്യൂളാണ്. അപ്പോ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജെസിഐയുടെ കഴിഞ്ഞോ? വാഹിദ മിസ്സിന്റെ കഴിഞ്ഞോ? ഞാനത് ചോദിച്ചില്ല. ഉണ്ടോ? ഇനി ലാസ്റ്റ് സെക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? കമ്പാരിസൺ അല്ലേ? നാബും ജെസിയും തമ്മിലുള്ള കമ്പാരിസൺ കണ്ട് കുറച്ചും കൂടി ഉണ്ട് അല്ലെ? ഓക്കെ. കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അടുത്തത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് ചാപ്റ്റർ മൊഡ്യൂൾ 6ലെ സെക്കൻഡ് ചാപ്റ്റർ ആട്ടോ. ഞാനൊന്ന് ഷെയർ ചെയ്തിടാം.
ഓക്കെ, ഞാൻ ഷെയർ ചെയ്തിട്ടേക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് നോക്കി, ക്ലിയർ ആണോ? യെസ്. അപ്പൊ നിഷാമ തുടങ്ങിയല്ലേ, 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ഒരു ക്ലാസ് തുടങ്ങി. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 6-ലെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ചാപ്റ്റർ 2, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. അപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, പരിപാലനം, പ്രവർത്തനങ്ങളും പരിപാലനങ്ങളും ഹോസ്പിറ്റലിലെ ഇതിലാണ് ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ, ഒരു ഭരണപരമായിട്ടുള്ള വ്യൂവില്, ഒരു അഡ്മിനിസ്ട്രേഷൻ വ്യൂവില് ഉള്ളിൽ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും പരിപാലനങ്ങളും. ഓക്കെ, അതാണ് ചാപ്റ്റർ 2. ചാപ്റ്റർ 2-ല് നമ്മൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. എന്താണ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, ഈ ഹെൽത്ത് കെയർ ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഓപ്പറേഷൻസും അല്ലെ കൈകാര്യം ചെയ്യുക. നമുക്കറിയാം എന്താ ഫുള്ള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ നമ്മൾ പറഞ്ഞു, എന്താ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും. ഇപ്പൊ ഏതൊരു ബാച്ചിലർ മിസ് അവിടെ വന്ന് പറയണ്ടായിരുന്നു, ഒരു കുട്ടി ചോദിച്ചു എന്തിനാ മിസ് ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ പഠിക്കണേന്ന്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമില്ല, ഓവറോൾ മാനേജ്മെന്റ് ആണ് അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസും നമ്മൾ പോകണം. അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി തന്നെ എത്ര ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. സെക്കൻഡ് നമ്മള് 3rd മൊഡ്യൂളിലോ 4th മൊഡ്യൂളിലൊക്കെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ നമ്മൾ പഠിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, ജോബ് ഡിസ്ക്രിപ്ഷൻ, എല്ലാ കാര്യങ്ങളും ഓവറോൾ മൊത്തത്തിലുള്ള പ്രവർത്തനം, ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനം, അതിന്റെ ഒരു മാനേജ്മെന്റ്, ഹെൽത്ത് കെയറിലെ മൊത്തത്തിലുള്ള ഒരു ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ റെഫേഴ്സ് ടു overseeing the day-to-day practice of a health care facility that impact the client. ഇവിടെ ക്ലയന്റ് ആരാ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ക്ലയന്റ് എന്ന് പറഞ്ഞ ആരാ? ക്ലയന്റ് ആരാ? പേഷ്യന്റ്. ഓക്കെ, വെരി ഗുഡ്. പേഷ്യന്റ് ആണ് അവിടുത്തെ ക്ലയന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. എന്താ പറഞ്ഞേക്കുന്നത്? പേഷ്യന്റിന്റെ അനുഭവങ്ങൾ, പേഷ്യന്റ് എക്സ്പീരിയൻസും ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ ലക്ഷ്യങ്ങളും ഗോൾസ്, ലക്ഷ്യങ്ങളെയും ഇമ്പാക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ക്ലയന്റിന്റെ എക്സ്പീരിയൻസ്, അതായത് പേഷ്യന്റിന്റെ അനുഭവങ്ങളും എക്സ്പീരിയൻസിനെയും ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എന്താണ് ഡേ ടു ഡേ, എല്ലാ ദിവസവും അല്ലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു മേൽനോട്ടം, ഓവർസീയിങ്, ഒരു മേൽനോട്ടമാണ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡേ ടു ഡേ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു മേൽനോട്ടമാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേട്ടോ. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ റെഫേഴ്സ് ടു ഡാഷ്. എന്താ റെഫർ ചെയ്യുന്നേ? To overseeing the day-to-day practice of health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എല്ലാ ദിവസവും ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് ഈ ഹെൽത്ത് കെയറിലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തിനെ സ്വാധീനിക്കുന്നതാണത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന? ദാറ്റ് ഇമ്പാക്ട് ദ ക്ലയന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. അത് ക്ലയന്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ്, ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങളെ, ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ്
ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ ഫസ്റ്റ് സെന്റൻസ് തന്നെ. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി refers to എന്താണ്? ഓവർസീയിങ് the day-to-day practice of healthcare facility. കിട്ടിയോ? അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. day-to-day practice of healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിനം എല്ലാ ദിവസവും അല്ലെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം. Okay. These practices are typically broken down into 3 components. ഈ പ്രാക്ടീസിനെ നമുക്ക് 3 കമ്പോണന്റ് ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഫിനാൻഷ്യൽ, സാമ്പത്തിക ഇടപാടുകളുണ്ട് അല്ലെ. ബില്ല് സെറ്റ് ചെയ്യുക അല്ലെ, റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, അതൊക്കെ ബില്ലിങ് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ലീഗൽ, നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രാക്ടീസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പേര് മാത്രം നോക്കി വെക്കാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ. ക്ലിയർ ആയോ? എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് മനസ്സിലായി? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, ഡേ ടു ഡേ പ്രാക്ടീസ്, അതിനെ മേൽനോട്ടം, ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം, അതിന് നമുക്ക് 3 സെക്ഷനായിട്ട് തിരിക്കാം. നമ്മൾ ആ ഒരു പ്രവർത്തനങ്ങളെ നമുക്ക് 3 സെക്ഷനായിട്ട് തിരിക്കാം. ടിപ്പിക്കലി ബ്രോക്കൺ ഡൗൺ ഇൻടു 3 കമ്പോണന്റ്സ്, 3 കമ്പോണന്റ്സ് ഭാഗങ്ങളായി തിരിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ലീഗൽ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, ലീഗൽ, നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.